ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ല തേങ്ങ അരച്ച മീൻകറിയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ച കുറച്ച് ചെറിയുള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം ഉള്ളി ചേർത്തിട്ടുണ്ട്. ചെറിയുള്ളിയാണ് കേട്ടോ, കുറച്ച് വലിയ ചെറിയുള്ളിയാണ്. അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഞാൻ ഇട്ടതാണ്. പിന്നെ നമ്മൾ എല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് നല്ലോണം ഒന്ന് വഴച്ചെടുക്കുക. പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 3/4 ഭാഗം തക്കാളി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1/4 ഭാഗം നമുക്ക് തേങ്ങ അരക്കുമ്പോൾ അതിലേക്ക് ചേർക്കണം. ഞാൻ അടച്ചു വെച്ചിട്ട് തക്കാളിക്കൊന്ന് വേവിച്ചെടുക്കാം. കുറച്ച് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് ഉടയാനായിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് നേരത്തെ കുടംപുളി ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർത്തി വെച്ചായിരുന്നു. അതങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. കുറച്ച് തേങ്ങ, അതേപോലെ തക്കാളി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുടംപുളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ നല്ല മൂത്ത തേങ്ങ എടുക്കണം കേട്ടോ. ചള്ള് തേങ്ങ എടുത്താൽ കറി പിരിഞ്ഞ പോലെ ഉണ്ടാവും. മൂത്ത തേങ്ങ എടുത്താൽ നല്ല അടിപൊളി കറി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ടൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. ആ ജാറും അതിനടപ്പൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളിയൊക്കെ ഇറങ്ങിയിട്ട് പുളിയാണ് മുന്നിലേക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ശേഷം മീനെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം കറക്റ്റാണ്. ഒരുപാട് വെള്ളം അങ്ങ് കയറ്റരുത്. കാരണം കറി ഒന്ന് തിളക്കുമ്പോൾ ഒന്ന് ലൂസായി വരും. അത് അരപ്പങ്ങ് തിളച്ചിട്ടൊന്ന് ലൂസാവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ വെള്ളം ചേർക്കാൻ. നമുക്കിവിടെ അയിലത്തല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ അയില കറി വെക്കുമ്പോൾ അയിലത്തലയൊക്കെ ചേർക്കാറുണ്ട്. ചില ആൾ ചേർക്കാറില്ല. അപ്പോൾ നമ്മളിവിടെ അയിലത്തല, വലിയ അയിലേൻ്റെ തലയൊക്കെ എടുക്കും കേട്ടോ. ഞാനിവിടെ ഒരു അയിലത്തല എടുത്തിട്ടുണ്ട്. ഒന്ന് മാത്രമേ വലുതുണ്ടായിട്ടുള്ളൂ. അപ്പോൾ മീനൊക്കെ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്കിങ്ങനെ ആവി വരുമ്പോൾ നമുക്ക് തിരിയും തിളച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഹൈ ഫ്ലെയിമിലൊന്ന് തിളച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പോലെ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റിയിട്ട് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ തിളച്ച് വരും. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ അങ്ങ് വെന്തിട്ട് കണ്ടില്ലേ, വെള്ളമായിട്ട് വന്നിട്ട് ഇതൊന്നുകൂടി തണിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു കുറുകിയ ചാറോടെയുള്ള കറി കിട്ടും കേട്ടോ. ഒരുപാട് വെള്ളം ചേർത്ത് കറി വെച്ചാൽ നമ്മളത് ഇങ്ങനെ വറ്റിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളെ മീൻ വെന്ത് ഉടഞ്ഞു പോകും. ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ഉടയാണ്ട് മീൻ കിട്ടും. അപ്പോൾ കറിയൊക്കെ അടിപൊളിയായിട്ട് വരും. അപ്പോൾ കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറുകിയ ചാറോടെയുള്ള കറിയാണ് കേട്ടോ. വെള്ളം പോലത്തെ കറി നമുക്കിഷ്ടമില്ല. ഒരു മീഡിയം ചാറ് നമുക്ക് വേണം. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇവിടെ കറി വെച്ചിട്ടുള്ളത്. കണ്ടില്ല, സ്പൂൺ ഇതേപോലെ വെക്കുമ്പോൾ കുറച്ചൊന്ന് കുറുകിയിട്ട് കാണുന്നില്ല.
ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കറി ഓഫാക്കേണ്ടത്. ഇനി നമുക്ക് കറി ഓഫ് ചെയ്യാം. എന്നിട്ടങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ 3 അയിലയാണ് കറി വെച്ചത്. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു കഷ്ണം കുടംപുളിയാണ് എടുത്തത്. അത് പുളി ഇറങ്ങി സെറ്റാകുമ്പോൾ അതിന് കറിക്ക് കറക്റ്റായിട്ടുള്ള പുളിയാണ് കേട്ടോ. ഒരുപാട് കുടംപുളി ഇട്ടാലും നമ്മൾ പുളി ഇറങ്ങിയാലും എടുത്ത് മാറ്റേണ്ടി വരും. അതെനിക്കിഷ്ടമില്ല. അപ്പോൾ ആ ഒരു പുളി നമുക്ക് കറക്റ്റായിട്ടുള്ള കറിക്ക് കറക്റ്റായിട്ടുള്ള പുളി കിട്ടും. അപ്പോൾ നമ്മുടെ പുളിയൊന്നും വേസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ തേങ്ങ അരച്ച മീൻകറി വെള്ളച്ചോറും ആണെങ്കിൽ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.